ഈ ടൂർണമെൻറ്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ പിന്നെ ലാസ്റ്റ് ടൈമിൽ പുറത്തായി പോയി. പക്ഷേ നമ്മളെ പ്ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അവരുടേതായ മാക്സിമം അവർ ചെയ്തിരുന്നു. പക്ഷേ ഹാർഡ് ലക്ക് അപ്പോൾ നമ്മളെ പ്ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ കളിച്ചിരുന്നു. പിന്നെ അറിയാലോ, കളിയാകുമ്പോൾ ഒരു ടീം തോക്കും, ഒരു ടീം ജയിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് ടൈമിൽ പുറത്തായി പോയി. എന്നാലും നമ്മളെ പ്ലെയേഴ്സൊക്കെ എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല മാക്സിമം അവരെ കഴിവ് മാക്സിമം കാണിച്ചിരുന്നു. ഓക്കെ, എന്തായാലും ടൂർണമെൻറ്റ് നല്ല അടിപൊളി സക്സസ് ആയിരുന്നു. 3-ൽ ഒരു ടീമായിട്ട് പങ്കെടുക്കാൻ പറ്റിയത്, അതിൻ്റെ ഒരു ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഒരു അഭിമാനം തോന്നുന്നു. കാരണം നമ്മുടെ ടീം ഡോമിനേറ്റേഴ്സ് 10 എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു കളിക്കാൻ എല്ലാ സ്കില്ലുള്ള പ്ലെയേഴ്സുള്ള ഒരു ടീമാണ്. നമ്മൾ ഫസ്റ്റ് കളികളിലൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ലാസ്റ്റ് ഗ്രൂപ്പ് റൗണ്ടിൽ ലാസ്റ്റ് മാച്ച് നമുക്ക് ലോസായി. പക്ഷേ അത് നമ്മളൊരു തോൽവിയായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം സാഹചര്യം കൊണ്ടുള്ള തോൽവി അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ ഫൈനലിൽ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടാണ് ഇറങ്ങിയത്. നല്ല പ്ലെയേഴ്സ് ഉണ്ട്, നമുക്ക് നല്ല ബാറ്റിംഗ് ഓർഡർ ഉണ്ട്, നല്ല ബോളിംഗ് ഓർഡർ ഉണ്ട്, എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. നല്ല സ്കോറും നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിനേക്കാൾ നല്ലൊരു ടീമായിരിക്കും ചിലപ്പോൾ നമ്മളെ തോൽപ്പിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ഫൈനലിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തായാലും ഈ സീസണിൽ പങ്കെടുക്കാൻ പറ്റിയാലും നമ്മളേതായ കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റിയാലും ഈ സീസൺ ഒരു സക്സസ്ഫുൾ ഇവൻ്റാക്കി മാറ്റാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ഐ എം പ്രൗഡ് ഓഫ് മൈ ടീം ഡോമിനേറ്റേഴ്സ് 10. രണ്ട് കളി ഇതിലിപ്പോൾ തോറ്റിട്ടും ചാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് സെമിയിലെത്തി, സെമിയും കഴിഞ്ഞു. നമ്മൾ ഫൈനൽ കപ്പടിച്ച് വളരെ പ്രൗഡാണ്. ക്യാപ്റ്റനിൽ പ്ലെയേഴ്സ് എല്ലാവരും കൂടെ ഒരു സപ്പോർട്ടാണ് ഇതിന് വിജയത്തിന് കാരണം. Thanks to all my players, kudos, and keep the same for next season as well. Thank you guys.